ഭർതൃവീട്ടിൽ പ്രവേശനം ആവശ്യപ്പെട്ട് ശബരിമല ദർശനം നടത്തിയ കനകദുർഗ നൽകിയ ഹർജിയിൽ കോടതി നാളെ വിധി പറയും. മലപ്പുറം പുലാമന്തോൾ ഗ്രാമകോടതിയാണ് വിധി പ്രസ്താവിക്കുക. ഗാർഹിക പീഡന നിയമപ്രകാരമാണ് കനകദുർഗ പരാതി നൽകിയത്. ശബരിമല ദർശനത്തിന് ശേഷം സംഘപരിവാർ പ്രതിഷേധം ഭയന്ന് ഒളിവിൽ താമസിച്ചിരുന്ന കനകദുർഗ പിന്നീട് ഭർതൃവീട്ടിലെത്തിയപ്പോൾ ഭർതൃമാതാവ് സുമതിയും ബന്ധുക്കളും വീട്ടിൽ കയറാൻ അനുവദിച്ചില്ലെന്നും ശാരീരികമായി ഉപദ്രവിച്ചെന്നുമാണ് പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭർതൃമാതാവിനും ബന്ധുക്കൾക്കുമെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കനകദുർഗ മർദ്ദിച്ചു എന്നാരോപിച്ച് സുമതിയും പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയിലും പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭർതൃവീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് കനകദുർഗ വനിതാ ഷെൽട്ടറിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതേസമയം ശബരിമല ദർശനം നടത്തിയ കനകദുർഗയ്ക്കും ബിന്ദുവിനും കഴിഞ്ഞ ദിവസം വീണ്ടും വധഭീഷണി കത്ത് ലഭിച്ചിരുന്നു. കനകദുർഗ താമസിക്കുന്ന വൺ സ്റ്റോപ്പ് സെന്ററിലെ അഡ്മിനിസ്ട്രേറ്റർക്കാണ് കഴിഞ്ഞ ദിവസം വധഭീഷണി മുഴക്കിയ കത്ത് ലഭിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കുക, ആ വിധി ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതുവരെ കനകദുർഗയ്ക്കും ബിന്ദുവിനും എവിടെയും ഇരിക്കാം, നടക്കാം എന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. എന്നാൽ ഈ സമയത്ത് അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൈപ്പടയിൽ എഴുതിയ കത്ത് പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയതിനും അധിക്ഷേപിച്ചതിനുമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജനുവരി 2 പുലർച്ചെയാണ് കനകദുർഗയും ബിന്ദുവും ശബരിമലയിൽ ദർശനം നടത്തിയത്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.